ചിലമ്പിട്ടോടി വാ കണി കാണാൻ. മലർമാവിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി. കിലുചിലേനെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാൻ. എതിരെ ഗോവിന്ദൻ അരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകി വാ കണി കാണാൻ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. വിഷു ഐശ്വര്യത്തിൻ്റെയും പ്രത്യാശയുടെയും പൊൻകണിയൊരുക്കുന്ന ദിനം കൂടിയാണ്. മലയാളിയുടെ മനസ്സിൽ കണിക്കൊന്നയുടെ മഞ്ഞ വെളിച്ചവും കൈനീട്ടത്തിൻ്റെ കിലപ്പവും നിറയ്ക്കുന്ന ഉത്സവമാണ് വിഷു. കേവലം ഒരു ആഘോഷം എന്നതിലുപരി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഈ വിഷു. മേടമാസത്തിലെ വിഷു എന്നാൽ മാറ്റത്തിൻ്റെ തുടക്കമാണ്. സൂര്യൻ രാശിചക്രത്തിൽ പുതിയൊരു ചക്രം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പുതിയ പ്രതീക്ഷകൾ നാം വിടുന്നു. വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തുല്യമായത് എന്നാണ്. പകലും രാവും തുല്യമായി വരുന്ന ഈ ദിനം പ്രകൃതിയിലെ സമതുലിതാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിലെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഒരുപോലെ കാണാനുള്ള പാഠം ഇതിലുണ്ട്. വിഷു കേരളത്തിൻ്റെ കാർഷിക പൈതൃകവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. മണ്ണൊരുക്കി വിത്തിടാനും വരും വർഷത്തെ വിളവെടുപ്പിനായി പ്രാർത്ഥിക്കാനുള്ള സമയം കൂടിയാണിത്. പ്രകൃതി കനിഞ്ഞു നൽകുന്ന വിഭവങ്ങൾ കണിവെള്ളരി, ചക്ക, മാങ്ങ എന്നിവ ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ നാം പ്രകൃതിയോട് നന്ദി പറയുന്ന ദിനം കൂടിയാണ്. കണ്ണു തുറക്കുമ്പോൾ കാണുന്ന ആ പൊൻകണി വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവനും നന്മയുടേതാകട്ടെ എന്ന പ്രാർത്ഥനയുടെ ദിനമാണിന്ന്. രാവിലെ ഉണർന്ന് നല്ല കാര്യങ്ങൾ കാണുക എന്നത് ഇന്നേ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. വിഷു കൈനീട്ടം കേവലം പണമല്ല, മറിച്ച് മുതിർന്നവർക്ക് തങ്ങളുടെ താഴെയുള്ളവരോട് ഉള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു പ്രതീകം കൂടിയാണ്. കണിക്കൊന്നയും മറ്റ് പ്രകൃതി വിഭവങ്ങളും ആഘോഷത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കടമ കൂടി നാം ഓർക്കണം. വിഷുവിൻ്റെ ചരിത്രവും പ്രാധാന്യവും പരിശോധിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ ഭൂതകാലവുമായി കാർഷിക സംസ്കാരവുമായും എത്രത്തോളം ഇഴചേർന്ന് കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ വരുന്ന ദിവസമായതിനാൽ പകലും രാവും തുല്യമായി അനുഭവപ്പെടുന്ന ഈ ദിവസത്തെ പൗരാണിക കാലം മുതൽക്കേ മലയാളികൾ ആഘോഷിച്ചു വന്നിരുന്നു. പുരാതന ജ്യോതിശാസ്ത്ര പ്രകാരം സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് മേടസംക്രാന്തി. ഇതിനായാണ് നാം വിഷുവായി ആഘോഷിക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന കലണ്ടർ പ്രകാരം വർഷത്തിൻ്റെ തുടക്കം മേടമാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷുവിനെ ഒരു പുതുവർഷ ആഘോഷമായും കണക്കാക്കിയിരുന്നു.
വിഷുവിനെ സംബന്ധിച്ച് പ്രധാനമായും 2 ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത്. നരകാസുരനെ വധിച്ചതിൻ്റെ ആഹ്ലാദ സൂചകമായാണ് വിഷു ആഘോഷിക്കുന്നത് എന്നതാണ് ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ വിഗ്രഹം കണിവയ്ക്കാൻ ഉപയോഗിക്കുന്നത്. രാവണൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് സൂര്യപ്രകാശം നേരിട്ട് കടക്കാൻ രാവണൻ അനുവദിച്ചിരുന്നില്ലെന്നും രാവണനെ വധിച്ച ശേഷമാണ് സൂര്യൻ കിഴക്കുദിച്ചത് എന്നതുമാണ് മറ്റൊരു ഐതിഹ്യം. കേരളത്തിൻ്റെ കാർഷിക സംസ്കാരവുമായി വിഷുവിന് അവിഭാജ്യമായ ബന്ധമുണ്ട്. വിഷുവിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തലമുറകളായി കൈമാറി വന്ന ചില ആചാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം വിഷുക്കണിയാണ്. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ കണിക്കൊന്നയും ഫലവർഗ്ഗങ്ങളും വെച്ച് പുതുവർഷത്തെ വരവേൽക്കുന്ന ഒരവസരം കൂടിയാണ് ഈ വിഷു. മുതിർന്നവർ ഇളയവർക്ക് പണം നൽകുന്ന ഈ ചടങ്ങ് വിഷു കൈനീട്ടം എന്നറിയപ്പെടുകയും സാമ്പത്തിക ഭദ്രതയുടെയും സ്നേഹത്തിൻ്റെയും കൈമാറ്റം കൂടിയാണ് ഇത്. വിഷു സദ്യയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആചാരം. വേപ്പിലക്കട്ടി, വിഷുക്കഞ്ഞി തുടങ്ങി വിഷുവിന് മാത്രമുള്ള പ്രത്യേക വിഭവങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. സൂര്യനെ ആധാരമാക്കി കണക്കാക്കുന്ന ഈ ഉത്സവം പ്രകൃതിയെ ആദരിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ചുരുക്കത്തിൽ മഞ്ഞ നിറത്തിലുള്ള കൊന്നപ്പൂക്കൾ പോലെ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധവും പ്രസന്നവുമായിരിക്കണം എന്നതാണ് വിഷു നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു. ഒത്തിരിയേറെ സ്നേഹത്തോടെ.